കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് ജോലിയുടെ ഒഴിവ് വന്നിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 26,500 രൂപ മുതൽ 60,700 രൂപയാണ് ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. നല്ല ശമ്പള സ്കെയിലുണ്ട് കേട്ടോ. പിന്നെ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം അറിഞ്ഞിരിക്കണം. ലോവർ ഗ്രേഡ് KGT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MGTയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ ഇംഗ്ലീഷിൻ്റെ വേണം. ഇംഗ്ലീഷിൻ്റെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷും മലയാളം ടൈപ്പ് ചെയ്യാനുള്ള നല്ല സ്കില്ലുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അത് വർഷത്തിൻ്റെയും ഡേറ്റിൻ്റെയും കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2/1/1989 മുതൽ 1/1/2007 വരെ അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്കാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്കുള്ള ജോലിയാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 011/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ഈ കാറ്റഗറി നമ്പറിലാണ് ഒഴിവ് പറഞ്ഞിരിക്കുന്നത്. 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം www.kdrb.kerala.gov.in. ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ, നേരത്തെ പറഞ്ഞില്ല ഒരു കാറ്റഗറി നമ്പർ, ആ കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്യുക. അതായത് 001/2025 ഈ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള ഒഴിവ് വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇത് ദേവസ്വം ബോർഡിലേക്കുള്ള ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹിന്ദു കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. നേരിട്ടുള്ള നിയമനമാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷന് ശേഷം യോഗ്യരായിട്ടുള്ള തിരഞ്ഞെടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായിട്ടുള്ളത് നിയമിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷത്തിനുള്ളിലാണ്. 3 വർഷം അതിനിടയ്ക്ക് വേറെ വേക്കൻസി വരികയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അതിൽ നിന്ന് നിയമിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ ചില നിബന്ധനകളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. അതായത് കുടുംബത്തിൻ്റെ വരുമാനം 25,000 രൂപയുടെ മുകളിൽ വരാൻ പാടില്ല. നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 1 ഏക്കറിന് മേളിൽ സ്ഥലം ഉണ്ടായിരിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില ചട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ചട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 500 രൂപ, SC/ST കാറ്റഗറി ആണെങ്കിൽ 250 രൂപ, OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 500 രൂപ, ജനറൽ EWS കാറ്റഗറി ആണെങ്കിൽ 500 രൂപ. ഇത് ഓൺലൈൻ വഴിയായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ കിട്ടേണ്ട ഓപ്ഷനൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ട് തന്നെയാണ് ഫീസും അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് 2025 ഏപ്രിൽ മാസം 28-ാം തീയതി രാത്രി 12 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 28-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഏപ്രിൽ മാസം നിങ്ങൾ അപേക്ഷിക്കുക. യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനെ അപേക്ഷിക്കാനുള്ള ലിങ്കും നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്.